Hello everyone, welcome to Gboard Plus Humanities. It's me Nafi. എല്ലാവർക്കും മക്കളെ Gboardന്റെ പ്ലസ് ടു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെയും ആറാമത്തെയും ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഹിസ്റ്ററിയിൽ അഞ്ചാമത്തെയും ആറാമത്തെയും ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അറിയാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ ഇങ്ങനെ അയച്ചു കൊടുക്കുക. പലരും ചോദിക്കും ഇത് മാത്രം പഠിച്ചാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, അന്നത്തെ കാലത്തെ സ്ത്രീകളുടെയും അടിമകളുടെയും അവസ്ഥ സംബന്ധിച്ച എന്ത് വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്തെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 4 മാർക്കിനും 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ചോദിച്ചാൽ എന്താ ആൻസർ ചെയ്തിട്ടുണ്ട്? അന്നത്തെ കാലത്തെ ട്രാവലേഴ്സിൽ, അന്നത്തെ കാലത്തെ സഞ്ചാരികൾ, അന്നത്തെ കാലത്തെ സ്ത്രീകൾ അഥവാ വിമൻ, അതായത് സ്ലേവ്സ്, അടിമകളെ കുറിച്ചും ലേബേഴ്സിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവെ എന്താണ്, അതായത് ഈ സ്ലേവ്സ് അഥവാ അടിമകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ലേവ്സിൽ മെയിൽ സ്ലേവ്സും ഫീമെയിൽ സ്ലേവ്സും ഉണ്ടായിരുന്നില്ല. അതായത് പുരുഷന്മാരായിട്ടുള്ള അടിമകളും ഉണ്ട്, സ്ത്രീകളായിട്ടുള്ള അടിമകളും ഉണ്ടായിരുന്നു. ഈ സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു അന്നത്തെ കാലത്ത്? അവരൊരു കോമഡിറ്റി, ഒരു സാധനം, ഒരു വസ്തുവിനെ പോലെ അല്ലേ, നമ്മൾ ഈ പശുവിനെയും ആടിനെയും പോത്തിനെയും വാങ്ങുന്ന പോലെ ഒരു സാധനമായിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ പലപ്പോഴും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അന്ന് ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്യാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കാണാൻ വന്നപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലേവ്സ് അഥവാ അടിമകളെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിമൻ സ്ലേവ്സ് അഥവാ ഫീമെയിൽ സ്ലേവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സുൽത്താന് വേണ്ടിയിട്ട് സ്പൈസ് അഥവാ ചാരന്മാരായിട്ടും അല്ലെങ്കിൽ ഡാൻസ് ആൻഡ് മ്യൂസിക് അല്ലെങ്കിൽ സിംഗിങ് അല്ലെ, പാട്ടും ഡാൻസും അതൊക്കെ ചെയ്യുന്ന സ്ത്രീകളായിരുന്നു എന്ത്, അടിമകളായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് വീട്ടുജോലികൾക്ക്, അതായത് എന്താണ്, മെയിൽ സ്ലേവ്സിനെ വീട്ടുജോലികൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഈ ഡോളോ അല്ലെങ്കിൽ പല്ലക്ക് ഉണ്ട്, ആളുകൾ അന്നത്തെ കാലത്ത് കാറിനൊക്കെ പകരം ആളുകൾ യാത്ര ഉപയോഗിച്ച ഡോളോ അല്ലെങ്കിൽ പല്ലക്ക് ഉണ്ട്, അത് ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകാനും സ്ലേവ്സ് അഥവാ അടിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ സതി അടക്കമുള്ള ഒരുപാട് സോഷ്യൽ ഈവിൾസ് അല്ലെ, ഒരുപാട് സാമൂഹിക ദുരാചാരങ്ങൾ ആര് ഫേസ് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട്. പിന്നെ സതി മാത്രമല്ല, അതായത് എന്നൊരു പാട്രിയാർക്കൽ സൊസൈറ്റി, എന്നൊരു പുരുഷ കേന്ദ്രിതമായ സമൂഹമായിരുന്നു. പലപ്പോഴും സ്ത്രീകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അഥവാ പിന്നെന്താണ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെക്കണം. പിന്നെ ഇബ്നു ബത്തൂത്തയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇബ്നു ബത്തൂത്ത 6 മാർക്ക് വരെ ചോദിക്കാൻ ഇത്തവണത്തെ മോഡൽ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു ബത്തൂത്തയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, പബ്ലിക് എക്സാമിനും ഇബ്നു ബത്തൂത്തയുമായി ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റൻ അല്ലെങ്കിൽ സെയിം ക്വസ്റ്റൻ ഒക്കെ എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ആഫ്രിക്കയിലെ മൊറോക്കോയിലെ ടാൻജിയറിൽ ജനിച്ചിട്ട് ഒരുപാട് കൺട്രീസ്, ഇന്ത്യ മാത്രമല്ല ഒരുപാട് കൺട്രിയിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയുടെ ട്രാവലിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിന്റെ പേരാണ് റിഹില. ഓർത്തു വെക്കണം, എന്താണ് പുസ്തകത്തിന്റെ പേര്, റിഹില എന്നാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്താണ് ഇബ്നു ബത്തൂത്ത എവിടെ എത്തുന്നത്, ഇന്ത്യയിൽ എത്തുന്നത്. അപ്പോൾ ഡൽഹിയിൽ എത്തി അദ്ദേഹത്തിന്റെ സ്കിൽ, നല്ല നോളജ് അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്തയെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആരായിട്ട് അപ്പോയിന്റ് ചെയ്തു, ജഡ്ജി ആയിട്ട് എന്ത് ചെയ്യാണ്, അപ്പോയിന്റ് ചെയ്യാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ചൈനയിലേക്കും സുമാത്രയിലേക്കും മാൽദീവ്സിലേക്കും കേരളത്തിന്റെ പല ഭാഗത്തേക്ക് ആര് വന്നിട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത വന്നിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ബുക്കിന്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് നാട്ടിലുള്ള ആളുകൾക്ക് അറിയാത്ത ഒരു എക്സാമ്പിൾ ആണ് കോക്കോനട്ട് ആൻഡ് പാൻ ഉണ്ട്. ഈ മൊറോക്കോയിൽ ഇല്ലാത്ത 2 സാധനമാണ് എന്ത്, തേങ്ങയും അതേപോലെ പാൻ അഥവാ വെറ്റിലയും. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ് ആര്, ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നത്. അത് മാത്രം ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യൻ നഗരങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്, ഇബ്നു ബത്തൂത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ട് ഇബ്നു ബത്തൂത്ത പറഞ്ഞ ഏതാടാ, ഡൽഹിയാണ്. ഡൽഹി മാത്രമല്ല, ദൗലത്താബാദും എന്താണ്, വൺ ഓഫ് ദി ഫേമസ് സിറ്റി, വളരെ പ്രസിദ്ധമായ ഒരു സിറ്റിയാണെന്നാണ് ആര് പറയുന്നത്, ഇബ്നു ബത്തൂത്ത പറയുന്നത് കേട്ടോ. തീർന്നിട്ടില്ല, ഇന്ത്യൻ സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, തിക്കിലി പോപ്പുലേറ്റഡ് ആൻഡ് പ്രോസ്പെറസ് അല്ലേ, വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും അതേപോലെ ജനസമൃദ്ധിയുമുള്ളതായ നഗരങ്ങളായിരുന്നു ഇത് ഇന്ത്യൻ സിറ്റീസ്. ആര് പറയാണ്, ഇബ്നു ബത്തൂത്ത പറയാണ്. എല്ലാ സിറ്റിയിലും എന്തുണ്ട്, മാർക്കറ്റുകൾ അഥവാ ചന്തകളുണ്ട്. അവിടെ കോമഡിറ്റീസ് അഥവാ സാധനങ്ങൾ വിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ എന്തുണ്ട്, സാധനങ്ങൾ വിൽക്കുന്നതിന് പുറമെ അവിടെ എന്തുണ്ട്, ഈ കോമഡിറ്റീസ് വിൽക്കുന്നതിന് പുറമെ, സാധനങ്ങൾ വിൽക്കുന്നതിന് പുറമെ അവിടെ എന്തുണ്ട്, ആളുകൾക്ക് പെർഫോം ചെയ്യാൻ, ആർക്കടാ, ഈ ഒരു ഡാൻസേഴ്സിനും മ്യൂസീഷ്യൻസിനൊക്കെ പെർഫോം ചെയ്യാനുള്ള സംവിധാനവും അവിടെ ഒരുക്കി കൊടുത്തിരുന്നു. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, നിങ്ങൾ ഓൾറെഡി നിങ്ങളോട് മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഇബ്നു ബത്തൂത്ത കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഉലൂക്ക് ആൻഡ് ദവയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കും അല്ലെ. അതായത് വളരെ എഫിഷ്യന്റ് ആയിരുന്നു, ഉലൂക്കും ദവയും ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇബ്നു ബത്തൂത്തയെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ഇബ്നു ബത്തൂത്തയെ പോലെ തന്നെ എക്സാമിന് 2-3 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, അൽ ബിറൂനി. ശ്രദ്ധിക്കണം, എന്താണ് അൽ ബിറൂനിയെ കുറിച്ചും എക്സാമിന് ചോദിക്കാം. അപ്പം മോഡൽ എക്സാമിന് ഇബ്നു ബത്തൂത്ത ചോദിച്ചാൽ ചിലപ്പോൾ പബ്ലിക് എക്സാമിന് എന്ത് ചെയ്തേക്കാം, അൽ ബിറൂനി ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അൽ ബിറൂനി എന്തായാലും നോക്കി വെച്ചിട്ടോ. കിതാബ് അൽ ഹിന്ദാണ് എന്ത്, അൽ ബിറൂനിയുടെ പുസ്തകം. അൽ ബിറൂനിയുടെ പുസ്തകം ഏതാടാ, കിതാബ് അൽ ഹിന്ദാണ്. അപ്പോൾ അതിൽ ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു അൽ ബിറൂനി. അൽ ബിറൂനി എന്തായാലും ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. അപ്പോൾ ഒരു ബുക്കിനൊക്കെ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഒരു ഘടന ഉണ്ടായിരുന്നു. അത് ആദ്യം ഒരു ക്വസ്റ്റ്യനിലൂടെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ കമ്പാരിസൺ ആണ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ കണ്ട കാര്യം ഇവിടെ കണ്ട കാര്യം പരസ്പരം
അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക, അതേപോലെ തന്നെ പിന്നെ അവസാനം ഒരു കൺക്ലൂഷനും കൊടുക്കും. പിന്നെ ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യയിൽ അദ്ദേഹം കണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കിതാബുൽ ഹിന്ദ് എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ പോലെ ഒരു കാസ്റ്റ് സിസ്റ്റം ഇറാനിലും ഉണ്ടായിരുന്നു ആര് പറയാണ്, എൽബിറൂനി പറയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ അൽബിറൂനി കിതാബുൽ ഹിന്ദും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 80 ചാപ്റ്റേഴ്സ് ആണ് കിതാബുൽ ഹിന്ദിലുള്ളത്, അറബിക് ലാംഗ്വേജിലാണ് കിതാബുൽ ഹിന്ദ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഭക്തി സൂഫി ട്രഡീഷൻ ഉള്ള 6th ചാപ്റ്ററിൽ നിങ്ങൾ ചിസ്തി സിൽസിലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ്. സൂഫി മൂവ്മെന്റ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ചിസ്തികൾ. ചിസ്തികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണേ, ആരാണ് ചിസ്തി സ്ഥാപകൻ? ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി ആയിട്ട്. ആരാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയാണ് എന്ത് ചിസ്തി സിൽസിലയുടെ ഫൗണ്ടർ. അത് മാത്രമല്ല എന്താണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ ഔലിയുടെ കാലഘട്ടത്തിലാണ് ഇതിന്റെ ഏറ്റവും ജനീത്ത് അഥവാ ഏറ്റവും പീക്കിൽ ഏറ്റവും ഉഷാറായിട്ട് എത്തിയിട്ടുള്ളത്. പിന്നെ ഇവരുടെ കൻക എന്ന് പറഞ്ഞാൽ ഈ ഒരു സൂഫികളുടെ ഒരു ഇതിനെ വിളിക്കുന്ന ആ ഒരു കേന്ദ്രത്തെ വിളിക്കുന്ന പേരാണ് എന്ത് കൻക എന്ന് പറയുന്നത്. അപ്പൊ ഡൽഹിയിലെ അർബൻ ഔട്ട്സ്കേർട്ടിലുള്ള ഗിയാസ്പൂരിലാണ് എന്ത് ഇതിന്റെ കൻക ഉണ്ടായിരുന്നത്. ഈ കൻകയിൽ ഒരു വലിയ ഹാളും ഒരുപാട് ചെറിയ മുറികളും ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് മാത്രമല്ല ഈ കൻകയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഷെയ്ഖിന്റെ പിന്നെ ബന്ധുക്കൾ, അവരുടെ കുടുംബക്കാർ, അങ്ങനത്തെ എല്ലാവരും എവിടെ ഉണ്ടായിരുന്നു? കൻകയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹാളിന്റെ മുകളിലുള്ള ചെറിയൊരു മേൽക്കൂരയിലാണ് ആര് താമസിക്കുന്നത്? ഷെയ്ഖ് താമസിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ അവിടെ ഫുത്തുഹ് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേക കേന്ദ്രം, ലങ്കർ എന്ന് വിളിക്കുന്ന ഒരു കോമൺ കിച്ചൺ, ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുള്ള ഒരു കോമൺ കിച്ചൺ ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അന്നത്തെ കാലത്തെ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ പിന്നെ റൂളേഴ്സ് ആണെങ്കിലും അതേപോലെ ഭരണാധികാരികൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എവിടേക്ക് വന്നിരുന്നു? ഈ ഒരു കൻകയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇതേപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചിട്ടും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പൊ ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് തമിഴ്നാട്ടിൽ ഏർലി ഭക്തി മൂവ്മെന്റ് എമേർജ് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ആരായിരുന്നു? അൽവാർസ് ആൻഡ് നയനാസ് ആണ്. ശ്രദ്ധിക്കാൻ, ആരായിരുന്നു? അൽവാസും നയനാസുമായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ 4000 ദിവ്യപ്രബന്ധം ഓർത്ത് വെക്കണേ. അപ്പം ഈ അൽവാസിനെ നയനാസിനെ കുറിച്ചിട്ടും അതേപോലെ തമിഴ്നാട്ടിൽ അവരെന്ത് ചെയ്യണം, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി. അതേപോലെ അന്ന് എന്താണ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, അന്ന് ജാതി വ്യവസ്ഥ ഭയങ്കരമായിട്ട് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതികൾക്ക് അതീതമായി ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു എന്ത് ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ലോർഡ് വിഷ്ണു ആൻഡ് ലോർഡ് ശിവ, അൽവാസും നയനാസും എന്താണ് ലോർഡ് വിഷ്ണു ആൻഡ് ലോർഡ് ശിവ അല്ലെ. അതായത് വിഷ്ണു ഭഗവാനും ശിവ ഭഗവാനെ ആരാധിക്കുന്ന 2 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് അൽവാസാണ്, മറ്റേ ഗ്രൂപ്പ് നയനാസാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ആരാധന മൂർത്തികൾക്ക് വേണ്ടി വലിയ വലിയ ടെമ്പിൾസ് അഥവാ ക്ഷേത്രങ്ങൾ കൺസ്ട്രക്ട് ചെയ്തു. അവിടെയൊക്കെ ഡിവോഷൻസ് അല്ലെങ്കിൽ കീർത്തനങ്ങൾ പാടി നടന്നു. ആ പോയിന്റ്സ് നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ്, കബീർദാസ്, ഗുരുനാനാക്ക്, മീരാബായി, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ കബീർദാസ് എന്ന് പറഞ്ഞാൽ ഒരു പോയറ്റ് സെയിന്റ് ആണ്, ഒരു കവി ആയിട്ടുള്ള ഒരു സന്യാസി ആയിരുന്നു ആര്? കബീർദാസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കവിതകളൊന്നും അത്ര കൂടി ഫേമസ് ആയില്ല. ഷാഫ്റ്റി ഡെത്ത് ഓഫ് കബീർദാസ്, അദ്ദേഹത്തിന്റെ കവിതകൾ എന്ത് ചെയ്യാണ്, കബീർ ബിച്ചക്ക്, കബീർ ഗ്രന്ഥാവലി, ആദി ഗ്രന്ഥ സാഹിബ് ഇതിൽ എന്ത് ചെയ്യാണ്, പിന്നെ സമാഹരിക്കാനുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ശ്രദ്ധിക്കണേ, മീരാബായി എന്ന് പറഞ്ഞാൽ ബാബ ഗുരുനാനാക്കാണ്. അടുത്ത് ബാബ ഗുരുനാനാക്ക് ആരാടാ? സിഖ് റിലീജിയൻ ഉണ്ടാവാൻ കാരണമായുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് ബാബ ഗുരുനാനാക്ക്. ഫൗണ്ടർ അല്ല, ശരിക്കും സിഖ് റിലീജിയൻ ഗുരു ഗോബിന്ദ് സിംഗ് ആണ് അതൊരു റിലീജിയൻ ആക്കി മാറ്റിയത്. പക്ഷേ അതിന്റെ ബേസിക് ഐഡിയോളജി കൊണ്ടുവന്നത് ആരാടാ? ബാബ ഗുരുനാനാക്കാണ്. നങ്കാന സാഹിബ് എന്ന് വിളിക്കുന്ന ഒരു വില്ലേജ്, റിവർ രവി അല്ലെ, രവി നദിക്ക് സമീപമുള്ള നങ്കാന സാഹിബ് എന്നൊരു വില്ലേജിലാണ് ബാബ ഗുരുനാനാക്ക് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചെങ്കിൽ ഈ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം എമംഗ് സൂഫീസ് ആൻഡ് ഭക്ത്സ് അല്ലെ, അതായത് സൂഫി പ്രസ്ഥാനത്തിലെയും ഭക്തി പ്രസ്ഥാനത്തിലെ ആളുകളുടെ കൂടെയാണ് ഈ ഒരു സമയത്തിൽ കൂടുതലും ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ 2 റിലീജിയന്റെയും, ഇസ്ലാം റിലീജിയന്റെയും ഹിന്ദു റിലീജിയന്റെയും ആശയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 2 റിലീജിയനെയും ഒരുപാട് കാര്യങ്ങൾ എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ആര്? ബാബ ഗുരുനാനക്ക്. അദ്ദേഹം എന്തൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്? സാക്രിഫൈസ്, റിച്വൽ ബാത്ത്, ഇമേജ് വർഷിപ്പ്, ഓസ്ട്രീസ് ആൻഡ് സ്ക്രിപ്ചേഴ്സ് ഓഫ് ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിംസ് അല്ലെ, അതായത് ആചാരപരമായ കുളിച്ചിത്രാരാധന, വേദഗ്രന്ഥങ്ങൾ, ഇതിനൊക്കെ എതിർത്തിട്ടുള്ള ഒരാളായിരുന്നു ആര്? ബാബ ഗുരുനാനാക്ക്. പിന്നെ അദ്ദേഹം എന്താണ്, ദൈവത്തിന് പ്രത്യേക രൂപമില്ല എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് എ സിമ്പിൾ വേ ടു കണക്ട് ദ ഡിവൈൻ വാസ് ഇറ്റ് ഈസ് റിമെമ്പറിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ദ ഡിവൈൻ നെയിം അല്ലെ, ദൈവത്തെ ഓർക്കാൻ എപ്പോഴും ആ നാമം ഇങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആര്? ബാബ ഗുരുനാനാക്ക് കേട്ടോ. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളാണ് ഷബാദ്, പഞ്ചാബി ലാംഗ്വേജിലാണ് ഷബാദ് ഉള്ളത്. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അതിന്റെ ഫോളോ ചെയ്യുന്ന നിയമങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതിൽ നിങ്ങളുടെ കൽസാപന്താണ് ഇത്തവണത്തെ മോഡൽ എക്സാമിന് ചോദിച്ചത്. കൽസാപന്ത് എന്താ? ഗുരു ഗോബിന്ദ് സിംഗ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആശയത്തെ വിളിക്കുന്ന പേരാണ് കൽസാപന്ത്. അപ്പൊ കൽസാപന്ത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. മോഡൽ എക്സാം ചോദിച്ചാൽ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ മീരാബായി ആണ്. മീരാബായി എന്താണ്, ഒരു 15th to 16th സെഞ്ചുറിയിൽ
ലോർഡ് കൃഷ്ണ ഭഗവാനെ ഡിവോട്ട് ചെയ്തുകൊണ്ട് കൃഷ്ണ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളാണ് ആര് മീരാബായി എന്ന് പറഞ്ഞത്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, കൃഷ്ണ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നടക്കുകയും ആ കീർത്തനങ്ങൾ ഇന്നും എന്ത് ചെയ്യാണ്, പല ടെമ്പിൾസിലും എന്ത് ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ ജസ്റ്റ് എന്താണ് ആൻസർ ആയിട്ട് എഴുതുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതേപോലെ എത്തവണത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് സിയാറത്തും പിന്നെ കവാലിയും അതേപോലെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈവിലേക്ക് വരെ മൊത്തം കാര്യങ്ങൾ സെറ്റ് ആക്കി. ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് ചോദിക്കാനുള്ള ഒരു ചാൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ലൈവിലാണ് നമ്മൾ മുഴുവൻ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് +2 ശേഷം CUT എഴുതാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ CUT അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CUT വേണ്ട എല്ലാ കാര്യങ്ങളും എജുപോർട്ട് ബാച്ചിൽ അവൈലബിൾ ആണ്. CUT എജുപോർട്ട് ബാച്ചിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.ejuport's ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ.